എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചായക്കടകളിലും ബേക്കറിയിലും ഒക്കെ കിട്ടുന്ന നല്ല ക്രിസ്പി ഖാജൻ്റെ റെസിപ്പിയാണ്. വൈകുന്നേരത്തെ ചായക്കൊപ്പം കറുമുറയെ കഴിക്കാൻ ഈ ഒരു ഖാജ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്താ വേണ്ടത് അല്ലേ? നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ഖാജ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഖാജ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ബൗളിലേക്ക് 3 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളറും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് സാധാ നോർമൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നില്ല, ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ മാവൊന്ന് കുഴച്ച് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. മാവിത ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം. കൂടുതൽ ടൈമൊന്നും വെക്കണ്ട, ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ മാവ് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 3 ബോൾസ് ആക്കി മാറ്റാം. അപ്പോൾ ഇതാ 3 ഇതുപോലത്തെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് പരത്തുക. അപ്പോൾ ബാക്കി 2 എണ്ണം കവർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോകും. ഒരെണ്ണം പരത്തുന്ന സമയത്ത് ബാക്കിയുള്ളത് കവർ ചെയ്ത് വെക്കുക. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് നമുക്ക് അല്പം അരിപ്പൊടി തൂകിയതിന് ശേഷം, അരിപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഇത് പരത്തിയെടുക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ആവശ്യത്തിന് അരിപ്പൊടി ഇട്ടിട്ട് നമുക്കിത് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. പരത്താൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന സമയത്തൊക്കെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം. ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെയല്ല, നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിതാ കുറച്ച് ഗീ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. കട്ടിയായിട്ടുള്ളതാണെങ്കിൽ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അതിനുശേഷം ഇതാ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഗീ സ്പ്രെഡാക്കി കൊടുക്കുക. ഗീ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഇല്ലേ, അത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി എടുത്താൽ മതി. ഇതുപോലെ അറ്റത്തെത്തുന്ന സമയത്ത് അറ്റത്തും അല്പം ഗീ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് വേണം മടക്കി കൊടുക്കാൻ, ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് മടക്കിയെടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തതിൽ നിന്നും ഓരോ പീസ് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിലൊന്ന് പരത്തി മാറ്റി വെക്കുക. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല ലെയറോട് കൂടിയിട്ടുള്ള നല്ല ക്രിസ്പി കാജിയാണ്. എല്ലാം ഇതുപോലെ പരത്തി മാറ്റി വെക്കുക. അതിനുശേഷം ബാക്കിയുള്ളതും നമ്മൾ 3 ബോൾസാണല്ലോ ആക്കി വെച്ചത്, അത് 3ഉം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ഞാൻ പരത്തി ഇതുപോലെ കട്ട് ചെയ്ത്
പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഓയിലൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ചൂടായ ഓയിലിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇടുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ഇതൊന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാലേ ഉള്ളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടൂ. അല്ലെങ്കിൽ ഉള്ള് വേവാത്തത് പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് പൊങ്ങി വരും. ആ ഒരു സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4-5 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആയി ഇതുപോലെ ഈ ഒരു കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു സമയത്ത് ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. കാജ മുഴുവനും ഫ്രൈ ചെയ്ത് കോരി മാറ്റിയതിന് ശേഷം ഞാനിതാ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. നന്നായിട്ട് മെൽറ്റാക്കി ചെറുതായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഇതാ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലായി കിട്ടണം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വറ്റി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാവണം. അപ്പോൾ ഞാനിതാ കുറച്ച് ലെമൺ ജ്യൂസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് തൊട്ട് നോക്കുക കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിൽ ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷമാണ് നമ്മളിത് കാജൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ച ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു കാജ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒരു സ്പൂണിൽ കോരിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അതിലേക്ക് അങ്ങ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കാജൻ്റെ മുകളിൽ പഞ്ചസാര സീറ് ഉണങ്ങി പിടിച്ചിട്ട് നല്ല വെള്ളയായിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ, ആ ഒരു രീതിയിൽ ഉണ്ടാവും. ഒരു ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ പഞ്ചസാര സീറ് ആക്കിയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടും അവിടെ ഇവിടെയൊക്കെ പഞ്ചസാര സീറ് ഇതുപോലെ ആക്കി കൊടുക്കുക. പിന്നെ ഇപ്പം തന്നെ എടുക്കുന്ന സമയത്ത് ഈ ഒരു പഞ്ചസാര സീറ് കട്ടിയായിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു 3 മണിക്കൂറെങ്കിലും വെക്കുക. അതിന് ശേഷം എടുത്ത് കഴിക്കുക. അപ്പോഴാണ് ഈ കാജൻ്റെ മുകളിൽ പഞ്ചസാര സീറൊക്കെ നല്ല കട്ടിയായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നല്ല ക്രിസ്പി കാജയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.